സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ പഴയതൊക്കെ മറന്നു പോവുക, ആ കൂടുതൽ കിട്ടിയ സൗകര്യങ്ങളിൽ അഭിരമിക്കുക, എന്നിട്ട് ഭാവിയിലേക്കുള്ള ചരിത്രത്തെ തിരസ്കരിക്കുക എന്താണ് ഭാവിയിലേക്കുള്ള പ്രയാണത്തെ തിരസ്കരിക്കുക എന്നത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ തുണേരിയിലെ ഓരോ പ്രവർത്തകന്മാരോടും പറയട്ടെ, കഴുത്തിലടിഞ്ഞ ഈ ഷോളല്ലാതെ, കയ്യിൽ കൊടുത്ത ഒരു മരത്തിന്റെ ഫലകയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇവരൊക്കെ അത്യധ്വാനം ചെയ്താണ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം എത്തിച്ചതെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാൻ, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ഉണ്ടാക്കാനല്ല, പക്ഷെ ഉള്ളത് കളയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്തിലെ ഓരോ ലീഗ് പ്രവർത്തകന്മാർക്കും ഉണ്ടെന്ന് ഞാൻ സ്നേഹപൂർവ്വം അവരോട് പറയാൻ. ചെറിയ ചെറിയ തർക്കങ്ങൾ വലുതാക്കി, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുടെ മുകളിൽ ചർച്ചകൾ നടത്തി, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താൻ പറ്റിയാൽ അതൊരു സൗകര്യമായി എന്നൊക്കെ കരുതുന്ന ഉൾപാർട്ടി അനാവശ്യ തർക്കങ്ങളിലേക്ക് പോയി ഈ കാരണവന്മാരുണ്ടാക്കി തന്ന സുഹൃതത്തെ തകർത്ത് കളയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ, ഇവിടുത്തെ ശാഖാ കമ്മിറ്റികളുടെ, ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സമയത്തെ എടുക്കുകയാണ്. സ്വാഭാവികമായി അതൊക്കെ അതില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ അങ്ങനെയല്ല. ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്തെ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുമ്പോഴാണ് ഈ സൗകര്യങ്ങളും ഈ ഭരണവും ഈ പുരോഗമനവും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കൂട്ടായ്മയും നേടിയെടുത്തിട്ടുള്ളതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും.